back with another cooking video. So in the how to make 3 different types of tea time sandwiches. So നിങ്ങൾ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് വിശക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ 3 ടൈപ്സ് സാൻഡ്വിച്ച് ടീ ടൈം സാൻഡ്വിച്ചസ് ഇന്ന് ഞാൻ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോകാം. അപ്പം നിങ്ങൾക്ക് ടീ ടൈമിൽ വൈകുന്നേരം വിശക്കുമ്പോഴൊക്കെ ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. So without further ado, let's get into the video. Okay guys, the first sandwich that we are going to make is the hung curd cucumber sandwich. So to make the sandwich you will be needing some hung curd. Hung curd is basically നിങ്ങൾ തൈര് മേടിക്കുമല്ലോ, ആ തൈരിൻ്റെ വെള്ളം മുഴുവൻ സ്ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന തൈരാണ് ഹങ് കേർഡ്. It's very rich and very creamy, so you're going to be needing that. And then to make the sandwich you'll also need some coriander leaves. So I'm just going to add some coriander leaves in. And you're also going to season your curd with 1/4 teaspoon of salt. Yeah. And then also you're also going to put some 1/4 teaspoon pepper as well. I'm just going to pour some pepper. Yep, we got a 1/4 teaspoon of pepper. I'm also going to put that in. And now you are going to mix this all together. Okay guys, so now you have to take your bread. You can take any bread you prefer. ഞാൻ ഇവിടെ വൈറ്റ് ഒരു ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ക്രസ്റ്റില്ലേ, നിങ്ങൾ കട്ട് ചെയ്ത് കളയണം. ലൈക്ക് ദാറ്റ്. സോ ഈ സൈഡും കൂടി ഞാൻ കട്ട് ചെയ്യാണ്. ക്രസ്റ്റ് മുഴുവൻ കട്ട് ചെയ്യണം. This side over here and then this side as well. Okay, now since you have cut all the crust of the bread, now what you have to do is you have to cut this into half. So like cut it equally. If your bread is big, then you will get a bigger sandwich. Mine, since I cut like mine was a little bit like a medium size, so yeah, so you will get your bread like this. Okay guys, so now നമ്മളുടെ ഈ ഹങ് കേർഡ് കുക്കുംബർ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നിങ്ങൾ കട്ട് ചെയ്ത ബ്രെഡ് എടുക്കണം. എൻ്റെ ബ്രെഡ് ഇച്ചിരി ചെറുതാ, സോ എനിക്ക് ഇച്ചിരി ഒരു ചെറിയ ബ്രെഡായിരുന്നു കിട്ടിയത്. സോ ഇറ്റ്സ് ഫൈൻ. ഞാൻ ഇത് എല്ലാ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഞാൻ മൊത്തം തിന്നാൻ പോകുന്നില്ല, ഞാൻ കിറങ്ങി പോകും. സോ മിനി വേർഷൻ ഈസ് ഗുഡ് ഫോർ മീ. സോ ഇനി ഞാൻ നമ്മളുടെ കേർഡ് എടുക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്ത സോൾട്ട്, കുക്കുംബർ, ഹങ് കേർഡ്, പിന്നെ പെപ്പറൊക്കെ, കൊറിയാൻഡർ ലീവ്സ്. Yeah. So you are going to spread it gently, very gently. Don't do it very fast. Very gently. And now take some cucumber. I'm going to put like 2 cucumbers because since my bread is small.
So I'm going to take the next slice, put it on top like that, and then I'm going to put some curd on it, spread some curd, our hunk curd mixture like that, little bit more like, yep, ഇങ്ങനെ ഇങ്ങനെ. ഇനി ഞാൻ ലാസ്റ്റ് തേർഡ് പീസും കൂടി വയ്ക്കാൻ പോവാണ്. സോ നിങ്ങൾ ഈ ബ്രെഡ് ഉണ്ടാക്കുമ്പം 3 പീസാണ് വയ്ക്കേണ്ടത്. സോ യുവർ ഹങ്ക് കേർഡ് സാൻഡ്വിച്ച് ഈസ് ഡൺ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ അടുത്ത സാൻഡ്വിച്ചിൻ്റെ പേരാണ് ടൊമാറ്റോ കുക്കുംബർ ചട്നി സാലഡ്. സോ ഈ സാലഡല്ല ചട്നി സാൻഡ്വിച്ച്. ഓക്കെ, സോറി സാൻഡ്വിച്ച്, ഞാൻ അറിയാതെ സാലഡിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. സോ ഞാൻ അറിയാതെ സാൻഡ്വിച്ച് എന്ന് പറയും, സാലഡ് എന്ന് പറഞ്ഞു പോയി. സോ ടു മേക്ക് ദിസ് ചട്നി യു വിൽ നീഡ് coriander leaves and also mint leaves. Yeah, you will need 1 green chili, and then you will be needing quarter teaspoon of salt, and then you will also need some lemon juice and also a little bit of water. So ഇതെല്ലാം മിക്സിയിലിട്ട് അരയ്ക്കണം. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ ഗൈസ്, ഞാൻ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇത് അരയ്ക്കുമ്പം ഇച്ചിരി വെള്ളം ആഡ് ചെയ്യാനുള്ളൂ കേട്ടോ, ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ടർ, ബിക്കോസ് യു ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി ടു റണ്ണി. അതെ, സോ ഇങ്ങനെ ആയിരിക്കണം കൺസിസ്റ്റൻസി. കുറച്ചും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കാക്കാം. ഓക്കെ, സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. എന്നിട്ട് യു ഹാവ് ടു ടേക്ക് സം ബട്ടർ, ആൻഡ് ദ ബട്ടർ ഷുഡ് ബി മെൽറ്റഡ് ഇൻ യുവർ റൂം ടെമ്പറേച്ചർ. ഈ ബട്ടർ മെൽറ്റഡ് ആണ് റൂം ടെമ്പറേച്ചറിൽ. നമ്മൾ ബട്ടർ വെളിയിൽ എടുത്ത് വയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഇച്ചിരി മെൽറ്റ് ആവുമല്ലോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ മെൽറ്റായ ബട്ടർ വേണം. സോ അത് ഒരു ബ്രെഡ് പീസിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളുടെ ചട്നി എടുക്കുക. സോ ഇനി ഈ ചട്നി നമ്മൾ എടുത്തിട്ട് പിന്നെ ഇവിടെ സ്പ്രെഡ് ചെയ്യുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചട്നിയിൽ കൊറിയാണ്ടർ ലീവ്സ്, മിൻറ്റ് ലീവ്സ്, ക്വാർട്ടർ ടീസ്പൂൺ ഓഫ് സോൾട്ട്, പിന്നെ ഇച്ചിരി വാട്ടർ, അതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത്, പിന്നെ ഒരു ഗ്രീൻ ചില്ലി അത്രയും കൂടി അടിച്ചെടുത്താൽ, പിന്നെ ഇച്ചിരി വെള്ളവും കൂടി അടിച്ചെടുത്താൽ നിങ്ങൾക്ക് ഈ ചട്നി കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ ഞാൻ ചട്നി ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ടൊമാറ്റോ ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഒരു ചെറിയ ടൊമാറ്റോ എടുക്കാം. എന്നിട്ട് ഈ ടൊമാറ്റോ അതിൻ്റെ മേളിൽ കുറച്ച് കുക്കുംബർ. സോ ആദ്യത്തെ ലെയർ ഇവിടെ റെഡിയായി. അത് ഒരു ബ്രെഡ് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഒരു മിനിറ്റ്, ഇത് വയ്ക്കുന്നതിന് മുൻപ് ഇതിൻ്റെ മേളിൽ ഇച്ചിരി ബട്ടർ തേക്കുക. So like this. Little bit more.
smooth butter. Yeah, looks so yummy, right? Okay. So I'm going to place this on top. Then repeat the same step. I'm going to take a little bit of the chutney. I'm going to put it on top. Spread it like that. Okay. Spread it. Yep. And then put some tomatoes. 1 tomato. 2 tomatoes. You can also add onions if you want, but I am not adding it. So I'm going to also add cucumber. And then top it off with another slice of bread. So look how colorful this looks. Your chutney, tomato, cucumber sandwich is done. Doesn't it look so tasty? Like, look, I just want to bite it. Okay, so now let's see our last and final sandwich. Okay guys, ഇനി നമ്മൾ അടുത്ത സാൻഡ്വിച്ചിൻ്റെ പേരാണ് ബട്ടർ ഷുഗർ സാൻഡ്വിച്ച്. സോ നമ്മളുടെ ലാസ്റ്റ് സാൻഡ്വിച്ചില്ലേ, മറ്റേ ചട്നി സാൻഡ്വിച്ച്, ആ സാൻഡ്വിച്ചിൽ ചട്നി ഉണ്ടാക്കുമ്പോൾ ലെമൺ ജ്യൂസും കൂടി കുറച്ച് ഒഴിക്കണം കേട്ടോ. സോ അങ്ങനെയാണ് നമ്മൾ ആ ചട്നി ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് ഇച്ചിരി ചെറിയ ബ്രെഡായിരുന്നു കിട്ടിയത്, സോ അതുകൊണ്ട് ഇച്ചിരി ചെറിയ ബ്രെഡായിപ്പോയി. പക്ഷെ നിങ്ങൾക്ക് വലിയ ബ്രെഡ് കിട്ടുവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യുക. സോ ഇനി നമ്മുടെ ഈ ബട്ടേർഡ് ഷുഗർ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ കുറച്ച് ഓഫ് കോഴ്സ് ബട്ടർ വേണം. സോ ലെറ്റ്സ് ടേക്ക് സം ബട്ടർ. സോ സ്പ്രെഡ് ഇറ്റ് like that. Oh, I got some butter on my finger. Yep. So this sandwich is very easy. You just have to spread some butter and take some sugar, and then just sprinkle some sugar on top with your hands. Okay. So this is perfect if you have some bread and butter and also sugar. If you have it at your home, whenever you feel hungry, you can just make this. So so I think that much is enough. So I'm going to put it over here, and then I'm going to take the next bread slice. I'm going to take some butter. എന്നിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ ബ്രെഡ് സ്ലൈസ് ഭയങ്കര നോട്ടിയാ, സ്റ്റേ ചെയ്യുന്നില്ല. ഇച്ചിരിയും കൂടി ബട്ടർ എടുക്കുവാണ്. ഈ ബ്രെഡ് സ്ലൈസും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ഓക്കെ, ദാറ്റ് മച്ച് ഇസ് ഇനഫ്. നൗ അഗൈൻ ഷുഗർ എടുക്കണം. സ്പ്രിങ്കിൾ സം ഷുഗർ ഓൺ ടോപ്പ്. And now I'm going to top it off with another slice of bread. So there you go, your buttered sugar sandwich. Okay guys, so ഞാൻ 3 സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ടീ ടൈം സാൻഡ്വിച്ചസ്.
So yeah, this looks absolutely delicious. So നിങ്ങൾക്കിത് നിങ്ങൾ ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് ഉണ്ടാക്കാം. Very easy and simple, just very simple. So by looking at this, I just want to eat the whole thing very good. So shall we taste test this? Yeah. So which sandwich should I taste first? You know what? Let's go with the first one, the hunk curd. So I'm going to try the hunk curd cucumber sandwich. Perfect for tea time. So let's eat it. Guys, I'm literally going to cry because this is so good. I cannot talk when I'm eating, so I was making weird faces. But look, this is so delicious. Wow. This is so delicious. Literally, do you guys want it? Does it look so cute? I give this an infinite out of 10. Literally so good. ഇച്ചിരി എരിവും ഉണ്ട് പെപ്പറിൻ്റെ. ഓക്കെ. ശരി. ബൈ ദ വേ, നിങ്ങൾ ബട്ടർ യൂസ് ചെയ്യുമ്പോഴല്ലേ അത് അൺസോൾട്ടഡ് ബട്ടർ ആയിരിക്കണം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് നമ്മളുടെ ബട്ടേർഡ് ഷുഗർ സാൻഡ്വിച്ച് കഴിക്കാം. This is also perfect for tea time. So, shall we taste it? Yeah. Okay. That's all. It's good. I have nothing to say. It's so good. Don't you guys want it? Make it, okay? It's so good. Trust me, guys. It's so good. നിങ്ങൾ ഇത് ട്രൈ ചെയ്താൽ പറ്റുള്ളൂ. Guys, this is really good. The hunk curd with the cucumber is very good. This is also very good. I have nothing to say. Now, I got over here. I have my favorite sandwich. It looks so good. Look, it looks like strawberry and some trees and stuff. It's so colorful. So this is by the look, I really love it. So let's try it. This is also idum ichiri spicy ആയിരിക്കും. കാരണം ചട്നി ഒക്കെ ഇല്ലേ, ചട്നിക്കകത്ത് ഗ്രീൻ ചില്ലി ഒക്കെ ഇട്ടത്. So yeah, let's try it. No. Okay. Okay guys, so let's try this. Which over here I'll try. Guys, this is also, I have nothing to say. Very good. Yeah, look, this is very spicy, healthy, very healthy. Well, this is not that healthy because there is sugar in it. So yeah. So guys, I hope you guys enjoyed this video and either try ചെയ്ത പറ്റുള്ളൂ guys. ഇത് നല്ല ടേസ്റ്റാ. Believe me, trust me, this is so good. Try it, okay? If we don't try it, I'll find it.
Okay, you can try. You guys can try it if you guys want. I'm not going to force you guys. So yeah, if you like this video, give it a big thumbs up. Kill that subscribe button. And also click the notification bell so you won't miss any videos from me. And also share. See you later, guys. Bye.